ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റിപ്പയറിനായിട്ട് വന്നിരിക്കുന്ന ഒരു ഫയർ മെഷീനാണ്. ഇത് പവർ ഓൺ ആവാതെ വന്നിരിക്കുന്ന ഒരു മെഷീനാണ്. അപ്പം ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പാനൽ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ BMXൻ്റെ XLR കണക്ടറോട് ഇൻ ഔട്ടും ഉണ്ട്. അതേപോലെ തന്നെ പവർ ഇൻ ഔട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു സ്വിച്ചാണ് വരുന്നത്. സ്വിച്ച് ഒരു 2-വേ സ്വിച്ചാണ്. 2 പൊസിഷനുണ്ട്. DMXൽ ഓപ്പറേറ്റ് ചെയ്യാനും സെൻറ്റർ ഓഫും അത് താഴെ ഓണുമാണ്. പിന്നെ ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഈ പാനലിനായിട്ട് വരുന്ന ഐറ്റംസ്. സ്വിച്ച്, പിന്നെ ഒരു ഫ്യൂസ്, പിന്നെ ഒരു ഡിസ്പ്ലേ ഉണ്ട് DMXൻ്റെ ചാനൽ കാണിക്കാൻ വേണ്ടി. XLR ഇതാണ് അതിൻ്റെ ടോപ്പിലായിട്ട് ഫയർ വരുന്നത്. ഇതൊരു സോളിനോഡ് റിലേ ആണ്. സോളിനോഡ് വാൽവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 2 ഇലക്ട്രോഡ് വന്നിരിക്കുന്നതിനകത്താണ് സ്പാർക്ക് വരുന്നത്. അപ്പോൾ ഇത് ഈ പോർഷൻ ഓപ്പൺ ചെയ്തിട്ടാണ് ഇതിനുള്ളിലായിട്ടാണ് നമ്മൾ ഗ്യാസ് ക്യാൻ വെച്ച് കൊടുക്കുന്നത്. ഗ്യാസ് ഫയർ ആവാനുള്ള ഗ്യാസിൻ്റെ ക്യാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ആ സോളിനോഡ് വാൽവിലേക്ക് ഡയറക്റ്റാണ് അതിൻ്റെ ഹെഡ് കണക്ട് ചെയ്യുന്നത്. ഗ്യാസ് സിലിണ്ടറിൻ്റെ അകത്ത് കാണുന്ന നമുക്ക് ഹൈ വോൾട്ടേജ് പോകുന്ന 2 വയർ കാണാം. റെഡ് കളറും ബ്ലാക്കും. ഇതായി സ്പ്രിങ് ലോഡ് ചെയ്ത് ഇതിനകത്താണ് നമ്മൾ ഗ്യാസ് ക്യാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തപ്പം തന്നെ നമുക്ക് അതിൻ്റെ കംപ്ലൈൻറ്റ് കിട്ടി. അതിൻ്റെ ഫ്യൂസിൽ നിന്നൊരു വയർ വിട്ട് കിടക്കുകയാണ്. ഫ്യൂസ് കാരിയറിൽ നിന്നൊരു വയർ വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശത്ത് വരുന്ന മെയിൻ 2 ബോർഡുകളും പിന്നെ ഒരു ഹൈ വോൾട്ടേജിൻ്റെ ഒരു ചോക്കുമാണ് ഇതിനകത്ത് മെയിൻ കമ്പോണൻസ് ആയിട്ട് അതിൻ്റെ ഇൻസൈഡിൽ വരുന്നത്. നമുക്ക് ഈ ഒരു കംപ്ലൈൻറ്റേ ഉള്ളൂ, വയർ വിട്ട് കിടക്കുന്നത്. അത് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് റെഡി ആവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ DMX കൺട്രോൾ ബോർഡ്. DMXൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കൺട്രോൾ ചെയ്യാനുള്ള ബോർഡാണ്. അതിൻ്റെ ബോർഡാണ്. അതിനകത്തൊരു ചെറിയ ട്രാൻസ്ഫോമർ കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ പവർ സപ്ലൈ. പിന്നെ കൂടാതെ തന്നെ ഇതിനകത്ത് ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ചോക്കുണ്ട്. ഇതാണ് ആ ചോക്ക്. ഇതിനകത്ത് നമുക്കൊരു 15 kV വോൾട്ടേജാണ്, അതായത് 15,000 kV വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചോക്കാണ്. നമ്മൾ 230 കൊടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് 15,000 kV ഔട്ട്പുട്ട് വരും. ആ വോൾട്ടേജ് ആ 2 വയറിൽ കൂടെ പോയി ഇതിൻ്റെ മുകളിൽ ആർക്കായിട്ട് വരുമ്പോഴാണ് നമ്മുടെ സിലിണ്ടറിൽ നിന്നുള്ള ഗ്യാസ് കത്തുന്നത്. ഇതാണ് ഇതിൻ്റെ വർക്കിങ്. ഇതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സെറ്റപ്പാണ്. അപ്പം നമ്മുടെ കംപ്ലൈൻറ്റ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് അടച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കംപ്ലൈൻറ്റ് നമ്മൾ ആ വയർ വിട്ടുപോയ വയർ നമ്മൾ കറക്റ്റായിട്ട് സോൾഡർ ചെയ്ത് സ്ലീവൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് അടച്ചിട്ട് നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗ്യാസ് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മുടെ ഫയർ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ. അതിനായിട്ട് ഞാൻ ഇവിടെ പവർ കോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ പൊസിഷൻ നമ്മൾ DMX ഓപ്പറേറ്റ് ചെയ്യുന്ന പൊസിഷനാണ് സ്വിച്ചിൻ്റെ. ഇങ്ങനെ ഇടുമ്പോൾ നമ്മുടെ DMX ചാനലാണ് ഓൺ ആവുന്നത്. അത് ഡിസ്പ്ലേയിൽ കാണിക്കും. നമുക്ക് ചാനൽ അപ്പ് ആൻഡ് ഡൗൺ ഉപയോഗിച്ച് DMXൻ്റെ മാറ്റി കൊടുക്കാം. നമുക്ക് ഡയറക്റ്റ് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിട്ട് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഈ ഇലക്ട്രോഡിൽ ആർക്കടിക്കുന്നത് നമുക്ക് കാണാം. ഇതാണ് നമുക്ക് നമ്മളിപ്പം സെൻട്രൽ പോർഷനിൽ വെച്ച് ഓഫ് ചെയ്യുകയാണ്. ജസ്റ്റ് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓണാവും. അപ്പോൾ നമുക്ക് ആ ആർക്കടിക്കുന്നതാണ്. ഓണാക്കുമ്പോൾ തന്നെ ആർക്ക് വരും. ഇതിനുള്ളിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ ഗ്യാസ് നമ്മുടെ ആ സോളിനോടും അതിൻ്റെ കൂടെ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഗ്യാസ് അതുവഴി സ്പ്രേ ചെയ്യും. അപ്പോൾ ആ വരുന്ന ഗ്യാസ് കത്തും. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഇതേപോലുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് സർവീസ് ചെയ്യുന്ന റിപ്പയർ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതേപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി.